ഹായ് ഹലോ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പാൽ കൊഴുക്കട്ടയാണ്. അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ട് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അരിപ്പൊടി ഇട്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഇനി അതിലേക്ക് കുറച്ച് നമുക്ക് ജീരകം ഇടാം, നമ്മുടെ സാദാ ജീരകം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്കിത് കുഴച്ചെടുക്കാം. ചെറിയ ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കണം. നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ ഉരുളകളാക്കി നമുക്ക് ഇഡലിക്കുട്ടകത്തിൻ്റെ തട്ടി വെച്ച് വേവിച്ചെടുക്കാം. ഈ കുറച്ച് വെള്ളം വെച്ച് നമുക്ക് ഇഡലിക്കുട്ടകത്തിൻ്റെ തട്ടിലോട്ട് വെച്ച് ഇത് ആവി കയറ്റിയെടുക്കാം. നമുക്ക് ചെറിയ ഉരുളകളാക്കി ഇതിനകത്തോട്ടിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഉരുളകളാക്കി ഇത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റാം. ഗ്യാസ് കത്തിച്ച് അടുപ്പിലോട്ട് വെക്കാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് ഇത് ആവി വെച്ച് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് നേരം നിന്ന് വേവട്ടെ. നമുക്ക് കുഴക്കട്ട റെഡിയാക്കാനുള്ള തേങ്ങാപ്പാൽ ശരിയാക്കിയെടുക്കാം. അതിന് നമുക്ക് ഒരു മുറി തേങ്ങ തിരിഞ്ഞ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ച് എൻ്റെ തേങ്ങാപ്പാലിടുക. ഇപ്പോൾ തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് കുഴക്കട്ട റെഡിയാക്കാനുള്ള തേങ്ങാപ്പാൽ ഇവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുട്ട ഒന്ന് തുറന്ന് നോക്കാം. അത് വെന്തിട്ടുണ്ട്. നമുക്കതിനെ അങ്ങോട്ട് മാറ്റിയിട്ട് നമുക്ക് ഈ തേങ്ങാപ്പാലൊന്ന് കുറുക്കിയെടുക്കാം. അതിനായിട്ട് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് പഞ്ചസാരയും മൂന്നാല് ഏലക്കയും കൂടി എടുത്ത് ഇതിനകത്തിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. നമുക്ക് തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് ഇളക്കിയൊന്ന് കുറുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ച് ചെറിയ ഉരുളകളാക്കി വെച്ചിരുന്ന് അതിനെ എടുത്തിടാം. കുഴക്കട്ടെ. ഇനി നമുക്കിതിനൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ കൊഴുക്കട്ട ശരിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.